ഹായ് ഗൈസ്. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 19th സെഞ്ച്വറിയിലുള്ള അവസാനത്തെ ബ്ലോക്കിലെ അവസാനത്തെ യൂണിറ്റ് GM ഹോപ്കിൻസിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ 2 വർക്കുകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. സോ നമുക്ക് ആദ്യം അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയാം. 1844 മുതൽ 1889 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിക്ടോറിയൻ പോയറ്റായിരുന്നു അദ്ദേഹം. അതുമാത്രമല്ല അദ്ദേഹം ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങളിൽ അധികം ഒരു എന്താ പറയുക ഡീപ്പ് റിലീജിയസ് ആയിട്ടുള്ള തീമുകളാണ് അധികം കണ്ടിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പോയംസ് അധികവും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹം പഠിച്ചത് ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു. പിന്നെ അവിടുന്ന് അദ്ദേഹം ഒരു ആംഗ്ലിക്കനിസത്തിൽ നിന്ന് റോമൻ കത്തോലിസത്തിലേക്ക് അദ്ദേഹം ചേഞ്ച് ആവണം. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജോൺ ഹെൻറി എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഇൻഫ്ലുവൻസിൽ അദ്ദേഹം അങ്ങോട്ട് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം ഒരു പ്രീസ്റ്റായിട്ട് മാറി. പിന്നീടാണ് ഈ ഒരു പ്രീസ്റ്റ് ആവുന്നതോടുകൂടെ അദ്ദേഹത്തിൻ്റെ പോയട്രി തന്നെ ഷേപ്പായി, അതിൻ്റെ ഒരു ഡീപ്പായിട്ടൊരു സ്പിരിച്വൽ ഇൻറ്റൻസിറ്റി തന്നെ മാറിയതായിട്ട് നമുക്ക് കാണാം. അതുപോലെ അദ്ദേഹത്തിൻ്റെ തീംസ് അധികം വരുന്നത് നേച്ചർ, ഗോഡ്, അതുപോലെ റിലീജിയൻസ്, സഫറിങ്സ്, സ്ട്രഗിൾസ്, ബ്യൂട്ടി ആൻഡ് ഡൈവേഴ്സിറ്റി, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അധിക വർക്കിലും നമുക്ക് തീമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു റിതം ഉണ്ടായിരുന്നു, ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ. നമുക്ക് അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പോയം പെയ്ഡ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു പോയം, അതിലേക്ക് പോവാം. പെയ്ഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പെയ്ഡ് മീൻസ് സ്പോട്ടഡ് എന്നൊക്കെ പറയാം. പേര് പോലെ തന്നെ ബ്യൂട്ടിനെയാണ് കൂടുതലായിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. ഈ പോയം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഹോപ്കിൻസ് ഗോഡിനെ പ്രൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അഥവാ ഈ ലോകത്ത് കാണുന്ന എല്ലാം ഭയങ്കര വാരീഡായിട്ട്, എല്ലാം വളരെ വ്യത്യസ്തമായിട്ട്, ഇപ്പോൾ ഒരു പൂവാണെങ്കിൽ പൂക്കൾ പലതരത്തിലുണ്ട്, പല നിറങ്ങളിലുണ്ട്, പല സ്മെല്ലുകളിലുണ്ട്. ഇതൊക്കെ ഓരോന്നിനും ഓരോ വെറൈറ്റികളായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അതിനെ പ്രൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ ഒരു പോയം സ്റ്റാർട്ടാവുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഈ ഒരു നേച്ചറിലുള്ള സംഭവങ്ങൾ മാത്രമല്ല, മനുഷ്യന്മാരെ സൃഷ്ടിച്ചതും ശരിയാണ്. ഓരോ മനുഷ്യന്മാരും ഓരോ രൂപമാണ്, ഓരോ സ്വഭാവക്കാരാണ്, ഓരോ രീതിക്കാരാണ്, ഓരോ ശബ്ദങ്ങൾ വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ മനുഷ്യന്മാരെ സൃഷ്ടിച്ചതും അതുപോലെ തന്നെ അത്രയും വെറൈറ്റിയിലാണ് ദൈവം മനുഷ്യന്മാരെ പോലും സൃഷ്ടിച്ചത്. ആ ഒരു ദൈവത്തിൻ്റെ ആ ഗുണം അത് വീണ്ടും വീണ്ടും ഉയർത്തിപ്പിടിച്ച് തന്നെ പറയുകയാണ് ഈ കവിതയിലൂടെ. പിന്നീട് അദ്ദേഹം പറയുന്നത് ഈ നല്ല മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഈ ലോകത്തുള്ളത്. ഇപ്പോൾ ഒരു മധുരം ഉണ്ടെങ്കിൽ അതിനൊരു കയ്പുണ്ട്, ഒരു സ്വിഫ്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു സ്ലോ ഉണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഓപ്പോസിറ്റും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അഥവാ എല്ലാ ഒരു ഡൈവേഴ്സിറ്റിൻ്റെ ഒരു മിക്സ്ചറാണ് നമ്മുടെ ഈ വേൾഡ് എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോയം എൻഡ് ആവുന്നത് ഒരു ആഴത്തിലുള്ളൊരു തോട്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം എൻഡ് ആവുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ എല്ലാം ചേഞ്ചബിളാണ് ആൻഡ് വാരിയഡ്, വ്യത്യസ്തമാണ്. പക്ഷേ ദൈവം മാത്രം ചേഞ്ച് ആവാതെ എറ്റേണലായിട്ട് എന്നും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം എൻഡ് ആവുന്നത്. സോ ഈ ലോകത്തുള്ള പലതിനും പല ബ്യൂട്ടിയാണ്. ബ്യൂട്ടി മാത്രമല്ല, ബ്യൂട്ടി ഇല്ലാത്ത സംഭവങ്ങളും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം ചേഞ്ച് ആകുമ്പോഴും ദൈവം മാത്രമേ കോൺസ്റ്റൻ്റായിട്ട് എന്നും ആ ഒരു എറ്റേണൽ ആയിട്ട് എന്നും നിലനിൽക്കും എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം എൻഡ് ആവുന്നത്. ഇതിൽ തീംസ് വരുന്നത് ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഗോഡിനെ പ്രൈസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ഹൈംനിയം പോയമാണെന്ന് പറയാം, ഒരു സ്തുതിഗീതം ആയിട്ടാണ് ഈ ഒരു പോയം എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ ബ്യൂട്ടി ഓഫ് വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും. നേച്ചർ ആൻഡ് ഫെയ്ത്ത്, ദെൻ ഒരു ചേഞ്ചും അതുപോലെ തന്നെ ഒരു പെർമനൻസും, മനുഷ്യന്മാരും ഈ ലോകത്തിൻ്റെ ഒരു ചേഞ്ചും ദൈവത്തിൻ്റെ ഒരു പെർമനൻസും നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. വളരെ ചെറിയൊരു പോയാണ്. ഇതിൻ്റെ തീമും കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. പിന്നെ എക്സാമിന് നിങ്ങളുടെ അതിലുള്ള രീതിയിൽ ആ ഒരു ഭാഷയിൽ നല്ല രീതിയിൽ വൃത്തിക്ക് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാര്യമായിട്ട് ഇതിൻ്റെ തീം മനസ്സിലാക്കി വെക്കുക. എന്താ അതിലത് വെറും ഒരു ഗോഡിനെ പ്രൈസ് ചെയ്തിട്ടുള്ള മാത്രം ഒരു പോയാണ്, അത് മനസ്സിലാക്കി വെക്കുക. പിന്നീട് എന്ത് എഴുതുന്നോ അത് നമ്മുടെ ഇഷ്ടമാണ്, അതല്ല ലിറ്ററേച്ചർ. നമ്മൾ എന്താണോ എഴുതുന്നത് അതാണ് അതിൻ്റെ ഉത്തരം. സോ അങ്ങനെ വെറൈറ്റി ആയിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന പല സംഭവങ്ങളും നമുക്കതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത പോയമാണ് ദ വിൻഡ് ഓവർ എന്ന് പറയുന്ന പോയം, അതിലേക്ക് പോകാം. വിൻഡ് ഓവർ 1877 രചിച്ചത്. അതുപോലെ ഈ ഒരു പോയത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞത്, ഇത് ഞാൻ ദൈവത്തിന് എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പോയം ആണ്. ഇത് എഴുതാൻ കഴിഞ്ഞ തന്നെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ്. അഥവാ അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യന് ആ ലോഡിന് സമർപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു പോയമാണിത്. ഈ ഒരു പോയം ഓപ്പൺ ആവുന്നത് പ്രഭാത സമയത്തുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് ആകാശത്ത് ഒരു ഫാൾക്കൺ പക്ഷി തൻ്റെ കാറ്റുകളെ അതിജീവിച്ചു കൊണ്ട് അതിൽ തളരാതെ ചിറകുകളെ പിടിച്ചു നിർത്തുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടുകൊണ്ടിട്ടാണ്.
സോ ഇവിടെ പറയുന്നത് ഒരു ഒരു ആ ഒരു പക്ഷിൻ്റെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു അസോസിയേഷൻ അതാണ് പറയുന്നത്. എത്രയും മനോഹരമായിട്ടാണ് ആ പക്ഷി തൻ്റെ ചിറകുകളെ പിടിച്ചു നിൽക്കുന്നത്. ഒരു എഫേർട്ട്ലെസ് ആയിട്ട്, അഥവാ നല്ല പരിശീലകൻ, നല്ല കുതിര സവാരി ചെയ്യുന്ന ആൾ എത്ര അനായാസമാണ് അത് ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മുടെ ഈ ഫാൾക്കൺ എന്ന് പറയുന്ന ഈ ബേർഡ് ആകാശത്ത് തൻ്റെ ചിറകുകളെ ശക്തമായ കാറ്റിലും പിടിച്ചു നിർത്തുന്നത്. അതൊരു സ്കില്ലഡ് ആയിട്ടുള്ള ആ ഒരു ബേർഡിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര സ്കില്ലഡ് ആയിട്ടുള്ള, ഭയങ്കര ഒരു കൺട്രോളിങ് ആയിട്ടുള്ള ആ ഒരു പവർ ആ ഒരു ബേർഡിനുണ്ട്. അതൊരു സ്പിരിച്വലായിട്ട് കവി ഇവിടെ പറയുകയാണ്. അതുപോലെ അതൊരു ഡിവൈൻ പവറായിട്ടും കവി പറയാണ്. അഥവാ നമ്മുടെ ക്രിസ്ത്യൻ്റെ ഒരു സാക്രിഫൈസ് കാരണം അദ്ദേഹം കൂടുതലായിട്ട് മോർ ഗ്ലോറിയസ് ആയിട്ട് പറയുന്നുണ്ട്. ആ ഒരു കമ്പാരിസണും ഇവിടെ കൊടുക്കുകയാണ്. അഥവാ ഏതൊരാൾക്കും സ്ഥിര പരിശ്രമത്തിലൂടെയും ത്യാഗത്തിലൂടെയും സ്വന്തമായിട്ട് മഹത്വം നേടാൻ പറ്റും എന്നുള്ള ആ ഒരു മെസ്സേജിലൂടെയാണ് ഈ ഒരു പോയം എൻഡ് ആവുന്നത്. ആർക്കും കഠിനാധ്വാനം ചെയ്തിട്ട് പരിശ്രമത്തിലൂടെയും തൻ്റെ വിജയത്തിലേക്ക് എത്താൻ പറ്റും, അത്രയും മഹത്വം നേടാൻ പറ്റും എന്നുള്ള കാര്യം പറയാണ്. അതുപോലെ തന്നെ ഒരു പക്ഷി അന്തരീക്ഷത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് നമുക്കൊരു സാധാരണ കാഴ്ചയാണ്. പക്ഷേ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ട് കഠിനാധ്വാനത്തിലൂടെയാണ് ആ ഒരു പക്ഷി നിൽക്കുന്നത്, ആ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ടിട്ടാണ് ആ ഒരു പക്ഷി അങ്ങനെ നിൽക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അപ്പം അത്രയും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു അത്രയും മഹത്വം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദൈവത്തിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം അവസാനം എൻഡ് ആവുന്നത്. ഇതിൻ്റെ തീംസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു സാക്രിഫൈസിൻ്റെ, അതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ്റെ ഒരു മെജസ്റ്റി, അദ്ദേഹത്തിൻ്റെ ഒരു സാക്രിഫൈസ്, അതൊക്കെ ഇതിലൊരു മെയിൻ പാർട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ നേച്ചറിൻ്റെ റിഫ്ലക്ഷന്, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു ഗ്ലോറി കാണിക്കാനുള്ള ഒരു നേച്ചറിൻ്റെ ഒരു റിഫ്ലക്ഷന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹിഡൻ ബ്യൂട്ടി ഓഫ് സഫറിങ്, പിന്നെ അതുപോലെ തന്നെ ഒരു റിലീജിയസ് ആയിട്ടുള്ളൊരു ഫെയ്ത്ത്, ഒരു സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ട്, ഒരു ഡിവൈൻ പവറിനെ കുറിച്ചിട്ട്, നമ്മുടെ ഫാൾക്കൺ ബേർഡിനെ ഒരു ഡിവൈൻ പവറിനോട് ഉപമിച്ചിട്ടാണ് പിന്നീട് ഈ ഒരു പോയം പറയുന്നത്. സോ അങ്ങനത്തെ ആ തീംസൊക്കെ നമുക്ക് ഈ ഒരു പോയത്തിൽ ഇതിനെക്കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയത്തോടു കൂടെ ഈ ഒരു പുസ്തകം തന്നെ അവസാനിക്കുകയാണ്. ഞാൻ ഈ ഒരു പുസ്തകത്തിൻ്റെ എല്ലാ പാഠങ്ങളും അതിൻ്റെ മലയാളം സമ്മറീസും അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഷോർട്ടായിട്ട് ഉള്ള ഇതിലിട്ടിട്ടുണ്ട്. സോ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം.